ആശ്വാസം നേടാം. ഹൃത്തിനുള്ളിൽ ജീവൻ നൽകും വചനം, തിരുവചനം. പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പുത്രനായ യേശുക്രിസ്തുവിൻ്റെ കൃപയും ആശ്വാസദായകനായ പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും ശാലോം പ്രേക്ഷകരായ നിങ്ങളുടെ കൂടെ എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. ക്രിസ്തുവിൽ സ്നേഹമുള്ളവരെ, വചനം ശ്രവിച്ച് നമുക്ക് ഇന്നത്തെ ദിനത്തിലേക്ക് പ്രവേശിക്കാം. വിശുദ്ധ ലൂക്ക എഴുതിയ സുവിശേഷം 2-ാം അധ്യായം 10-11 വാക്യങ്ങൾ. ദൂതൻ അവരോട് പറഞ്ഞു, ഭയപ്പെടേണ്ട, ഇതാ സകല ജനത്തിനും വേണ്ടിയുള്ള വലിയ സന്തോഷത്തിൻ്റെ സദ്വാർത്ത ഞാൻ നിങ്ങളെ അറിയിക്കുന്നു. ദാവീദിൻ്റെ പട്ടണത്തിൽ നിങ്ങൾക്കായി ഒരു രക്ഷകൻ, കർത്താവായ ക്രിസ്തു ഇന്ന് ജനിച്ചിരിക്കുന്നു. ക്രിസ്തുവിൽ സ്നേഹമുള്ളവരെ, ഉണ്ണിമിശിഹായുടെ ജനന തിരുനാൾ ആഘോഷിക്കുന്ന എല്ലാവർക്കും സന്തോഷത്തിൻ്റെ ഈ സദ്വാർത്ത ആശ്വാസവും പ്രത്യാശയും സ്നേഹവും സൗഖ്യവും പ്രദാനം ചെയ്യട്ടെ എന്ന് ആദ്യമേ ആശംസിക്കുകയാണ്. ക്രിസ്തുവിൽ സ്നേഹമുള്ളവരെ, ക്രിസ്മസ് ദൈവസ്നേഹത്തിൻ്റെ അടയാളമാണ്. ദൈവം ലോകത്തെ എത്രമാത്രം സ്നേഹിച്ചു എന്നതിൻ്റെ അടയാളമാണ് ക്രിസ്മസ് എന്ന് കാണാനായിട്ട് സാധിക്കും. ഹെബ്രായർക്കാർക്ക് എഴുതിയ ലേഖനത്തിൽ 1-ാം അധ്യായം 1-2 വചനങ്ങൾ ഇപ്രകാരമാണ്: പൂർവ്വകാലങ്ങളിൽ പ്രവാചകന്മാർ വഴി വിവിധ ഘട്ടങ്ങളിലും വിവിധ രീതികളിലും ദൈവം നമ്മുടെ പിതാക്കന്മാരോട് സംസാരിച്ചിട്ടുണ്ട്. എന്നാൽ ഈ അവസാന നാളുകളിൽ തൻ്റെ പുത്രൻ വഴി അവിടുന്ന് നമ്മോട് സംസാരിച്ചിരിക്കുന്നു. അവനെ അവിടുന്ന് സകലത്തിൻ്റെയും അവകാശിയായി നിയമിച്ചിരിക്കുന്നു. അവൻ മുഖേന പ്രപഞ്ചത്തെ സൃഷ്ടിക്കുകയും ചെയ്തു. ദൈവം നമ്മോട് പൂർണ്ണമായി സംസാരിച്ചതിൻ്റെ അടയാളമാണ് ക്രിസ്മസ് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. മറ്റൊരു വാക്കിൽ ലോക ചരിത്രത്തെ തന്നെ രണ്ടായി ക്രിസ്തുവിലൂടെ ഇടപെട്ട ദൈവത്തിൻ്റെ കയ്യൊപ്പാണ് ക്രിസ്മസ് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. AD എന്നും BC എന്നും രണ്ടായി ലോക ചരിത്രത്തെ തന്നെ രൂപാന്തരപ്പെടുത്തുവാനായിട്ട് ക്രിസ്തുവിൻ്റെ ജനനത്തിന് സാധിച്ചുവെന്ന് കാണാനായിട്ട് സാധിക്കും. ബിഫോർ ക്രൈസ്റ്റ് BC, AD അന്നോ ഡൊമിനി, ഇയർ ഓഫ് ക്രൈസ്റ്റ്. ഇപ്പോൾ ജീവിക്കുന്നത് നമ്മൾ ക്രിസ്തുവിൻ്റെ കാലഘട്ടത്തിലാണ്. ക്രിസ്തുവിനെ ചരിത്രത്തിൽ നിന്ന് പുറത്ത് മാറ്റുവാൻ കഴിയാത്ത വിധം ക്രിസ്തു ചരിത്രത്തിൻ്റെ ഭാഗമായി മാറാൻ ദൈവം ഇടയാക്കിയ സംഭവമാണ് ക്രിസ്മസ്. ദൈവം തൻ്റെ വാഗ്ദാനങ്ങളിൽ വിശ്വസ്തനാണെന്ന് തെളിയിച്ചതായിരുന്നു ക്രിസ്മസ് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. ആദ്യ മാതാപിതാക്കൾ പാപം ചെയ്തു കഴിയുമ്പോൾ ദൈവം അവരെ തള്ളിക്കളയാതെ ഒരു രക്ഷകനെ വാഗ്ദാനം ചെയ്യുകയാണ്. ഉൽപ്പത്തി പുസ്തകത്തിൽ 3-ാം അധ്യായത്തിൽ 15-ാം വാക്യത്തിൽ നമ്മൾ കാണുന്നുണ്ട്, നീയും സ്ത്രീയും തമ്മിലും നിൻ്റെ സന്തതിയും അവളുടെ സന്തതിയും തമ്മിലും ഞാൻ ശത്രുത ഉളവാക്കും. അവൾ നിൻ്റെ തല തകർക്കും, നീ അവൻ്റെ കുതികാലിൽ പരിക്കേൽപ്പിക്കും. ദൈവം നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ആദ്യ മാതാപിതാക്കളോട് പറഞ്ഞ വാഗ്ദാനം ക്രിസ്മസ് ദിനത്തിൽ പൂവണിയുകയാണ്, സകലർക്കും രക്ഷകനായി മിശിഹ ജനിക്കുന്നതിലൂടെ. ഗലാത്യരുടെ ലേഖനത്തിൽ 4-ാം അധ്യായം 4-5 വാക്യങ്ങൾ ഇപ്രകാരമാണ്: എന്നാൽ കാലസമ്പൂർണത വന്നപ്പോൾ ദൈവം തൻ്റെ പുത്രനെ അയച്ചു. അവൻ സ്ത്രീയിൽ നിന്ന് ജാതനായി നിയമത്തിന് അധീനനായി ജനിച്ചു. അങ്ങനെ നമ്മെ പുത്രരായി ദത്തെടുക്കേണ്ടതിന് അവൻ നിയമത്തിന് അധീനരായി കഴിഞ്ഞവരെ വിമുക്തരാക്കി. ക്രിസ്മസ് എന്ന് പറയുമ്പോൾ മറ്റൊരു വാക്കിൽ കൃപയും സത്യവും നിറഞ്ഞ ദൈവം ഭൂമിയെ സ്പർശിച്ച ദിനമാണ് ക്രിസ്മസ്. യോഹന്നാൻ്റെ സുവിശേഷത്തിൽ 1-ാം അധ്യായം 14 വചനം പഠിപ്പിക്കുകയാണ്: വചനം മാംസമായി നമ്മുടെ ഇടയിൽ വസിച്ചു, അവൻ്റെ മഹത്വം നമ്മൾ ദർശിച്ചു, കൃപയും സത്യവും നിറഞ്ഞതും പിതാവിൻ്റെ ഏകജാതൻ്റേതുമായ മഹത്വം. കൃപയും സത്യവും നിറഞ്ഞ ദൈവം ഭൂമിയെ സ്പർശിച്ച ദിനമാണ് ക്രിസ്മസ്. വീണ്ടും നമ്മൾ കാണുന്നുണ്ട്, സകല പ്രവചനങ്ങളുടെയും പൂർത്തീകരണം നിറവേറ്റപ്പെട്ട ആ ദിനമാണ് ക്രിസ്മസ്. പ്രവാചകന്മാർ യേശുവിൻ്റെ ജനനത്തിന് മുമ്പ് മിശിഹ എവിടെ ജനിക്കും, എങ്ങനെയാണ് മിശിഹ വരിക, അവൻ്റെ ജനനത്തിന് എന്തൊക്കെയാണ് സംഭവിക്കുക എന്ന് നൂറ്റാണ്ടുകൾക്ക് മുമ്പ് പ്രവചിച്ച സകല പ്രവചനങ്ങളും ക്രിസ്തുവിൽ പൂർത്തീകരിക്കുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഏകദേശം ഒരു 6 പ്രവചനങ്ങൾ ഒന്ന് നമ്മുടെ വിശ്വാസത്തെ വർദ്ധിപ്പിക്കുവാനായിട്ട് നമുക്ക് തിരുവചനങ്ങളിലൂടെ ഒന്ന് ധ്യാനിച്ച് കണ്ടെത്താം. ഒന്നാമത്തേത്, ക്രിസ്തു യൂദാ വംശത്തിൽ നിന്ന് വരുമെന്നാണ് പ്രവാചകൻ പറഞ്ഞത്. ഉൽപ്പത്തി പുസ്തകത്തിൽ 49-ാം അധ്യായം 10-ാം വാക്യം: ചെങ്കോൽ യൂദായെ വിട്ടുപോകില്ല,
അതിൻ്റെ അവകാശി വന്നു ചേരും വരെ അധികാരദണ്ഡ് അവൻ്റെ സന്തതികളിൽ നിന്ന് നീങ്ങിപ്പോകില്ല, ജനതകൾ അവനെ അനുസരിക്കും. വീണ്ടും ഹെബ്രായർക്കാർക്ക് എഴുതിയ ലേഖനത്തിൽ 7-ാം അധ്യായം 14 വചനം പഠിപ്പിക്കുകയാണ്, നമ്മുടെ കർത്താവ് ജനിച്ചത് യൂദായുടെ വംശത്തിലാണെന്ന് സ്പഷ്ടമാണ്. വീണ്ടും വെളിപാട് പുസ്തകത്തിൽ ഇനി സംഭവിക്കുവാനിരിക്കുന്ന സമയത്തിൻ്റെ പൂർത്തീകരണത്തിൽ സംഭവിക്കാനിരിക്കുന്ന ഒരു കാര്യത്തെ യോഹന്നാൻ വെളിപാടിലൂടെ കണ്ടുകൊണ്ട് പറയുന്നതും ക്രിസ്തു യൂദായുടെ വംശത്തിൽ നിന്ന് ജനിച്ചതാണെന്ന് സ്ഥിരീകരിക്കുന്ന ഒരു വാക്യമാണ് വെളിപാട് പുസ്തകം 5-ാം അധ്യായം 5-ാം തിരുവചനം. അപ്പോൾ ശ്രേഷ്ഠന്മാരിൽ ഒരുവൻ എന്നോട് പറഞ്ഞു, കരയാതിരിക്കൂ, ഇതാ യൂദാ വംശത്തിൽ നിന്നുള്ള സിംഹവും ദാവീദിൻ്റെ വേരുമായവൻ വിജയിച്ചിരിക്കുന്നു, അവന് ചുരുൾ നിവർത്തുവാനും സപ്തമുദ്രകൾ പൊട്ടിക്കുവാനും കഴിയും. വീണ്ടും നമ്മൾ കാണുകയാണ് യെശയ്യാ പ്രവാചകൻ്റെ ഒരു പ്രവചനം. ഏകദേശം ക്രിസ്തു ഈ ഭൂമിയിൽ ജനിക്കുന്നതിന് മുമ്പ് ഏകദേശം 700 വർഷങ്ങൾക്ക് മുമ്പ് പ്രവചിച്ച ഒരു പ്രവചനമാണ് യെശയ്യായുടെ പുസ്തകത്തിൽ 7-ാം അധ്യായം 14 വചനം. അതിനാൽ കർത്താവ് തന്നെ നിനക്ക് അടയാളം തരും, യുവതി ഗർഭം ധരിച്ച് ഒരു പുത്രനെ പ്രസവിക്കും, അവൻ ഇമ്മാനുവേൽ എന്ന് വിളിക്കപ്പെടും. വീണ്ടും ഗബ്രിയേൽ ദൂതൻ യേശുവിൻ്റെ ജനനം പരിശുദ്ധ കനികാമറിയത്തിൻ്റെ അരികിലേക്ക് അറിയിക്കുമ്പോൾ മാലാഖ ജോസഫിനോട് യേശുവിൻ്റെ വളർത്തുപിതാവാകുവാൻ പോകുന്ന ജോസഫിനോട് അറിയിക്കുമ്പോഴും ഇതുതന്നെയാണ് ഈ വചനം, പ്രവാചക വചനത്തെ സ്ഥിരീകരിച്ചുകൊണ്ട് മാലാഖ അവിടെ സംസാരിക്കുകയാണ്. മത്തായിയുടെ സുവിശേഷത്തിൽ 1-ാം അധ്യായം 22-23 വചനങ്ങളിൽ, കന്യക ഗർഭം ധരിച്ച് ഒരു പുത്രനെ പ്രസവിക്കും, ദൈവം നമ്മോടുകൂടെ എന്നർത്ഥമുള്ള എമ്മാനുവേൽ എന്നവൻ വിളിക്കപ്പെടും എന്ന് കർത്താവ് പ്രവാചകൻ മുഖേന അരുൾ ചെയ്തത് പൂർത്തിയാകുവാൻ വേണ്ടിയാണ് ഇതെല്ലാം സംഭവിച്ചത്. വീണ്ടും നമ്മുടെ മറ്റൊരു തിരുവചനം ഇപ്രകാരമാണ്, ക്രിസ്തു ദാവീദിൻ്റെ പുത്ര പരമ്പരയിൽ നിന്ന് വരുമെന്നുള്ള ഒരു പ്രവചനം. യെശയ്യാ പ്രവാചകൻ ഏകദേശം 700-ൽ പരം വർഷങ്ങൾക്ക് മുമ്പ് പ്രവചിച്ച ഒരു പ്രവചനമാണ്. അത് ക്രിസ്മസ് ദിനത്തിൽ പൂർത്തീകരിക്കപ്പെടുന്നു. യെശയ്യാ പ്രവാചകൻ്റെ പുസ്തകം 9-ാം അധ്യായം 6-7 വാക്യങ്ങൾ, എന്തെന്നാൽ നമുക്കൊരു ശിശു ജനിച്ചിരിക്കുന്നു, നമുക്കൊരു പുത്രൻ നൽകപ്പെട്ടിരിക്കുന്നു, ആധിപത്യം അവൻ്റെ ചുമലിലായിരിക്കും, വിസ്മയനീയനായ ഉപദേഷ്ടാവ്, ശക്തനായ ദൈവം, നിത്യനായ പിതാവ്, സമാധാനത്തിൻ്റെ രാജാവ് എന്നവൻ വിളിക്കപ്പെടും. ദാവീദിൻ്റെ സിംഹാസനത്തിലും അവൻ്റെ രാജ്യത്തിലും അവൻ്റെ ആധിപത്യം നിസീമമാണ്, അവൻ്റെ സമാധാനം അനന്തവും. ലൂക്കായുടെ സുവിശേഷത്തിൽ ഈ പ്രവചനത്തെ സ്ഥിരീകരിച്ചുകൊണ്ട് ഗബ്രിയേൽ മാലാഖ അറിയിക്കുന്ന വാക്യം നമുക്ക് കാണാനായിട്ട് സാധിക്കും. ലൂക്കായുടെ സുവിശേഷത്തിൽ 1-ാം അധ്യായം 26-ാം തിരുവചനം. യെശയ്യാ പ്രവാചകൻ്റെ ഈ പ്രവചനത്തെ ഗബ്രിയേൽ മാലാഖ സമയത്തിൻ്റെ പൂർണ്ണതയിൽ അത് പറയുന്നത് നമ്മൾ കാണുകയാണ്. ഗബ്രിയേൽ ദൂതൻ 6-ാം മാസം ഗബ്രിയേൽ ദൂതൻ ഗലീലിയിൽ നസ്രത്ത് എന്ന പട്ടണത്തിൽ ദാവീദിൻ്റെ വംശത്തിൽപ്പെട്ട ജോസഫ് എന്നു പേരായ പുരുഷനുമായി വിവാഹ നിശ്ചയം ചെയ്തിരുന്ന കന്യകയുടെ അടുത്തെത്തി ദൈവത്താൽ അയക്കപ്പെട്ടു. അവളുടെ പേര് മറിയം എന്നായിരുന്നു. പ്രിയമുള്ളവരെ, ക്രിസ്തു ബെത്ലഹേമിൽ ജനിക്കും എന്നുള്ളൊരു പ്രവചനമുണ്ട്. മിക്കായുടെ പ്രവചനമാണ്. മിക്കായ പ്രവാചകന്റെ പുസ്തകം 5-ാം അധ്യായം 2-ാം വാക്യത്തിൽ, ബെത്ലഹേം എഫ്രാത്ത, യൂദാ ഭവനങ്ങളിൽ നീ ചെറുതാണെങ്കിലും ഇസ്രായേലിനെ ഭരിക്കേണ്ടവൻ നിനക്കായി നിന്നിൽ നിന്ന് പുറപ്പെടും, അവൻ പണ്ടേ യുഗങ്ങൾക്ക് മുമ്പേ ഉള്ളവനാണ്. വീണ്ടും മറ്റൊരു പ്രവചനം, ക്രിസ്തുവിനെ രാജാക്കന്മാർ സന്ദർശിക്കും, സാഷ്ടാംഗം പ്രണമിച്ച് കാഴ്ചകൾ അർപ്പിക്കുമെന്നുള്ള ഒരു പ്രവചനമാണ്. നമ്മൾ സങ്കീർത്തനങ്ങളിൽ കാണുന്നുണ്ട്. ഏകദേശം 1000 വർഷങ്ങൾക്ക് മുമ്പ് BC 1000 ആണ്ടിലൊക്കെ പ്രവചിച്ച ദാവീദ് രാജാവിലൂടെ പ്രവചിച്ച ഒരു പ്രവചനമാണ് സങ്കീർത്തനം 72 10-11 വാക്യങ്ങൾ. താർഷിഷിലെ ദ്വീപുകളിലെയും രാജാക്കന്മാർ അവന് കപ്പം കൊടുക്കട്ടെ, ഷേബായിലും സേനായിലെയും രാജാക്കന്മാർ അവന് കാഴ്ചകൾ കൊണ്ടുവരട്ടെ, എല്ലാ രാജാക്കന്മാരും അവൻ്റെ മുമ്പിൽ സാഷ്ടാംഗം പ്രണമിക്കട്ടെ, എല്ലാ ജനതകളും അവനെ സേവിക്കട്ടെ. ബെത്ലഹേമിൽ ജനിച്ച യേശുവിൻ്റെ ആ മുൻപിൽ രാജാക്കന്മാർ വന്ന് പൊന്നും മീറയും കുന്തിരിക്കവും സമർപ്പിക്കുമ്പോൾ ഈ പ്രവചനം പൂർത്തീകരിക്കപ്പെടുകയാണ്. മത്തായിയുടെ സുവിശേഷം 2-ാം അധ്യായം 11 നമ്മളത് വായിക്കുന്നുണ്ട്. അവർ ഭവനത്തിൽ പ്രവേശിച്ച് ശിശുവിനെ അമ്മയായ മറിയത്തോടുകൂടി കാണുകയും അവനെ കുമ്പിട്ട് ആരാധിക്കുകയും ചെയ്തു. നിക്ഷേപ പാത്രങ്ങൾ തുറന്ന് പൊന്നും മീറയും കുന്തിരിക്കവും കാഴ്ചവെച്ചു. വീണ്ടും മറ്റൊരു പ്രവചനം, ക്രിസ്തുവിൻ്റെ ജനനത്തിൽ നിഷ്കളങ്കരായ കുട്ടികൾ വധിക്കപ്പെടും എന്നുള്ള ജെറമ്യാ പ്രവാചകൻ്റെ ഒരു പ്രവചനം. BC ഏകദേശം 620 ക്രിസ്തു ഈ ഭൂമിയിൽ ജനിക്കുന്നതിന് മുമ്പ്
620 വർഷങ്ങൾക്ക് മുമ്പ് പ്രവചിച്ച ഒരു പ്രവചനമാണ്. നമ്മൾ അത് കാണുന്നുണ്ട്. ജെറമ്യാ പ്രവാചകൻ്റെ പുസ്തകത്തിൽ 31 അധ്യായം 15 കർത്താവ് അരുൾ ചെയ്യുന്നു, ഇതാ റാമായിൽ നിന്നൊരു സ്വരം, വിലാപത്തിൻ്റെ ഹൃദയം തകർന്ന രോദനത്തിൻ്റെ സ്വരം. റാഹേൽ തൻ്റെ മക്കളെ ചൊല്ലി വിലപിക്കുന്നു, അവളുടെ മക്കളിൽ ആരും അവശേഷിക്കാത്തതിനാൽ അവൾക്ക് ആശ്വാസം കൊള്ളാൻ കഴിയുന്നില്ല. പ്രിയമുള്ളവരെ, നൂറ്റാണ്ടുകൾക്ക് മുമ്പ് പ്രവചിച്ച ഈ പ്രവചനം ക്രിസ്തുവിൻ്റെ ജനനത്തിലൂടെ അത് പൂർത്തീകരിക്കപ്പെടുകയാണ്. മത്തായിയുടെ സുവിശേഷത്തിൽ 2 അധ്യായം 16 മുതലുള്ള തിരുവചനങ്ങളിൽ കാണാനായിട്ട് സാധിക്കും. ജ്ഞാനികൾ തന്നെ കബളിപ്പിച്ചുവെന്ന് മനസ്സിലാക്കിയ ഹെറോദേസ് രോഷാകുലനായി അവരിൽ നിന്ന് മനസ്സിലാക്കിയ സമയമനുസരിച്ച് അവൻ ബെത്ലഹേമിലെ സമീപ പ്രദേശങ്ങളിലെയും 2 അതിൽ താഴെയുമുള്ള വയസ്സുള്ള എല്ലാ ആൺകുട്ടികളെയും ആളയച്ചു വധിച്ചു. ഇങ്ങനെ ജെറമ്യാ പ്രവാചകൻ വഴി അരുൾ ചെയ്യപ്പെട്ടത് പൂർത്തിയായി. റാമായിൽ ഒരു സ്വരം, വലിയ കരച്ചിലും മുറവിളിയും. റാഹേൽ സന്താനങ്ങളെക്കുറിച്ച് കരയുന്നു, അവളെ സാന്ത്വനപ്പെടുത്തുക അസാധ്യം, എന്തെന്നാൽ അവൾക്ക് സന്താനങ്ങൾ നഷ്ടപ്പെട്ടിരിക്കുന്നു. പ്രിയമുള്ളവരെ, ഈ പ്രവചനങ്ങളൊക്കെ പ്രവചിച്ചതിൻ്റെ ഒരു പൂർത്തീകരണമാണ് ക്രിസ്മസ് ദിനത്തിൽ സംഭവിച്ചത് എന്ന് നമ്മൾ തിരിച്ചറിയണം. ഇന്ന് ക്രിസ്മസ് വ്യത്യസ്തങ്ങളായ തലങ്ങളിലൂടെ ആഘോഷിക്കുന്നുണ്ട്. ക്രിസ്തു 2000-ലേറെ വർഷങ്ങൾക്ക് മുൻപ് ഈ ഭൂമിയിൽ കടന്നു വന്ന ക്രിസ്തുവിൻ്റെ ജനന തിരുനാൾ ആഘോഷിക്കുന്ന ഈ ഭൂമിയിൽ പലതരത്തിൽ ക്രിസ്തുവിൻ്റെ ക്രിസ്മസ് ആഘോഷം ആഘോഷിക്കുന്നവരെ കാണാനായിട്ട് സാധിക്കും. ചിലർക്ക് ഇതൊരു വിനോദത്തിൻ്റെ ആഘോഷമാണ്, ചിലർക്കിത് ഒത്തുചേരലിൻ്റെ ആഘോഷമാണ്, ചിലർക്ക് വിഭവസമൃദ്ധമായ ഭക്ഷണങ്ങളും മദ്യവും ലഹരി വസ്തുക്കളുമൊക്കെ ഉപയോഗിച്ച് ആനന്ദിക്കുന്ന ഈ ലോകത്തിൻ്റെ നൈമിഷിക ആഹ്ലാദങ്ങളിൽ മുഴുകുന്ന ഒരാഘോഷമായിട്ട് ക്രിസ്മസിനെ കാണുന്നവരുമുണ്ട്. ഈ ദിനത്തിൽ ക്രിസ്മസ് എങ്ങനെയാണ് ഞാൻ ആഘോഷിക്കുന്നത് എന്ന് നമ്മൾ ഓരോരുത്തരും ചോദിക്കേണ്ടിയിരിക്കുന്നു. ക്രിസ്മസ് എന്ന് കേൾക്കുമ്പോൾ എൻ്റെ ചിന്തകളിൽ കടന്നു വരുന്നത് എന്താണ്? എനിക്ക് വേണ്ടി സമയത്തിൻ്റെ പൂർണ്ണതയിൽ ഈ ഭൂമിയിൽ അവതരിച്ച യേശുവിലേക്കാണോ എൻ്റെ ചിന്തകൾ എത്തിച്ചേരുന്നത്? യേശുവില്ലാത്ത ആഘോഷങ്ങൾ ക്രിസ്മസ് അല്ല എന്ന് നമ്മൾ തിരിച്ചറിയണം. ഇന്ന് യേശുവിനേക്കാൾ ഉപരി ക്രിസ്മസിന് മോടി കൊടുക്കുവാനായിട്ട് നക്ഷത്രവും അതുപോലെ തന്നെ സാന്താക്ലോസും ക്രിസ്മസ് ട്രീകളുമാണ് വിപണിയിൽ ഇന്ന് ഏറിക്കൊണ്ടിരിക്കുന്നത്. ഉണ്ണിമിശിഹായെയും യേശുവിൻ്റെ ജനനവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ചിന്തകൾ പകരുന്ന ക്രിസ്മസ് കാർഡുകളും അതുപോലെ തന്നെ പുൽക്കൂടിനുമൊക്കെ വലിയ പ്രാധാന്യം കൊടുക്കാതെ മറ്റു പലതിനും ഇന്ന് പ്രാധാന്യം കൊടുത്തുകൊണ്ട് ക്രിസ്മസ് ആഘോഷിക്കുമ്പോൾ അത് യഥാർത്ഥ ക്രിസ്മസ് അല്ല എന്ന് നമ്മൾ തിരിച്ചറിയണം. പ്രിയമുള്ളവരെ, ലൂക്കായുടെ സുവിശേഷത്തിൽ യേശുവിൻ്റെ ജനന സമയത്ത് ബെത്ലഹേമിൻ്റെ പരിസരത്ത് അവിടെ ആ തണുപ്പ് രാത്രിയിൽ തങ്ങളെ ഭരമേൽപ്പിച്ച ആടുകളെ നോക്കിക്കൊണ്ടിരുന്ന ഉറക്കമൊഴിഞ്ഞിരുന്ന ആ ആട്ടിടയന്മാരോട് മാലാഖ പ്രത്യക്ഷപ്പെട്ട് പറയുന്ന ഒരു വാക്യമുണ്ട്. ലൂക്കായുടെ സുവിശേഷത്തിൽ 2 അധ്യായം 14 അത്യുന്നതങ്ങളിൽ ദൈവത്തിന് മഹത്വം, ഭൂമിയിൽ ദൈവകൃപ ലഭിച്ചവർക്ക് സമാധാനം. ഈ ഭൂമിയിൽ ദൈവത്തിൻ്റെ കൃപ ലഭിച്ചവർക്കാണ് യഥാർത്ഥ സമാധാനം ലഭിക്കുക. ബെത്ലഹേമിലെ കാലിത്തൊഴുത്തിൽ പറന്ന പൂജാതനായ ഉണ്ണി ഈശോ തരുന്ന സമാധാനം അത് നമ്മുടെ ജീവിതത്തിൽ സ്വീകരിക്കണമെങ്കിൽ ഒന്നാമത് നമുക്ക് ദൈവത്തിൻ്റെ കൃപ ലഭിക്കണം. അതല്ലാതെ ഈ ഭൂമിയിലെ നല്ല മനസ്സുള്ളവർക്ക് ലഭിക്കുന്ന ഒരു സമാധാനമല്ല ക്രിസ്മസ് ദിനത്തിൽ മാലാഖ യേശുവിൻ്റെ ജനനവുമായി ബന്ധപ്പെട്ട് പറഞ്ഞത്. മാലാഖ പറഞ്ഞ വചനം നമ്മൾ ശ്രദ്ധിക്കണം. മാലാഖ പറഞ്ഞ എന്താണ്? ഭൂമിയിൽ ദൈവകൃപ ലഭിച്ചവർക്ക് സമാധാനം. എങ്ങനെയാണ് ദൈവത്തിൻ്റെ കൃപ ലഭിക്കുക? ഈ ക്രിസ്മസ് ദിനത്തിൽ ഈ മാലാഖയുടെ ഈ ആഹ്വാനം, മാലാഖയുടെ ഈ അഭിവാദനം നമ്മുടെ ജീവിതങ്ങളിൽ നമുക്ക് സ്വന്തമാക്കാൻ കഴിയണമെങ്കിൽ ദൈവത്തിൻ്റെ കൃപ ലഭിക്കുവാൻ ഞാൻ എന്ത് ചെയ്യണമെന്ന് ഈ ദിനത്തിൽ നമ്മൾ ധ്യാനിക്കണം. എങ്ങനെയുള്ളവർക്കാണ് ദൈവം കൃപ കൊടുക്കുന്നത്? യാക്കോബ് ശ്ലീഹയുടെ ലേഖനത്തിൽ, യാക്കോബ് ശ്ലീഹ എഴുതിയ ലേഖനം 4 അധ്യായം 6 തിരുവചനത്തിൽ ദൈവം അഹങ്കാരികളെ എതിർക്കുന്നു, എളിമയുള്ളവർക്ക് കൃപ കൊടുക്കുന്നു എന്നാണ് പറയുന്നത്. അപ്പോൾ എളിമയുള്ളവർക്കാണ് ദൈവത്തിൻ്റെ കൃപ ലഭിക്കുന്നത്. പത്രോസ് ശ്ലീഹയുടെ 1 ലേഖനത്തിൽ 5 അധ്യായം 5 പറയുകയാണ്, ദൈവം അഹങ്കാരികളെ എതിർക്കുകയും വിനയമുള്ളവർക്ക് കൃപ കൊടുക്കുകയും ചെയ്യുന്നു. മാലാഖ ക്രിസ്മസ് ദിനത്തിൽ യേശുവിൻ്റെ ജനനത്തിൽ പറഞ്ഞ ഈ വചനം നമ്മുടെ ജീവിതത്തിൽ പൂർത്തീകരിക്കപ്പെടണമെങ്കിൽ, ക്രിസ്മസ് നമുക്കൊരു അനുഭവമായിട്ട് മാറണമെങ്കിൽ നമ്മൾ എളിമയുടെ തലത്തിലേക്ക് കടന്നു വരണം. അഹങ്കാരത്തിൻ്റെ, ധാർഷ്ട്യത്തിൻ്റെ അല്ലെങ്കിൽ ഈ ലോകത്തിൻ്റെതായിട്ടുള്ള അധികാരത്തിലൊക്കെ ഭ്രമിച്ച് അഹങ്കരിച്ച് ഞാനെന്ന ഭാവത്തിൽ നിൽക്കുന്നവർക്ക് ക്രിസ്മസ് നൽകുന്ന സമാധാനം സ്വീകരിക്കുവാനായിട്ട് സാധ്യമല്ല. ക്രിസ്മസ് തരുന്ന ഉണ്ണിമിശിഹായുടെ ജനനം തരുന്ന ഈ സമാധാനം ലോകത്തിലേക്ക് ദൈവം അയക്കുന്ന ഈ സമാധാനം സ്വീകരിക്കണമെങ്കിൽ ഓരോ മനുഷ്യനും എളിമയുടെ തലത്തിലേക്ക് കടന്നു വരണം. എങ്കിൽ മാത്രമേ നമ്മളിൽ ദൈവകൃപ നിറയൂ,
ഉണ്ണി മിശിഹ തരുന്ന സമാധാനം നമ്മുടെ ജീവിതത്തിൽ സ്വീകരിക്കുവാൻ തക്കവിധം നമ്മുടെ ജീവിതങ്ങൾ രൂപാന്തരപ്പെടുകയുള്ളൂ. ഫിലിപ്പിയരുടെ ലേഖനത്തിൽ നമ്മൾ കാണുന്നുണ്ട്, യേശുവിൻ്റെ ജനനം തന്നെ എളിമയുടെ ലാളിത്യത്തിൻ്റെ ആ ഒരു ഭാവം ലോകത്തിന് പകർന്നു തരാനായിരുന്നു എന്ന് കൂടി നമ്മൾ കാണണം. ഫിലിപ്പിയരുടെ ലേഖനത്തിൽ 2-ാം അധ്യായം 6 മുതൽ 8 വരെയുള്ള വചനങ്ങളിൽ നമ്മൾ കാണുന്നുണ്ട്, യേശു ക്രിസ്തുവിനുണ്ടായിരുന്ന ഈ മനോഭാവം നിങ്ങളിലും ഉണ്ടാകട്ടെ. ദൈവത്തിൻ്റെ രൂപത്തിലായിരുന്നുവെങ്കിലും അവൻ ദൈവവുമായുള്ള സമാനത നിലനിർത്തേണ്ട ഒരു കാര്യമായി പരിഗണിച്ചില്ല. തന്നെ ശൂന്യനാക്കിക്കൊണ്ട് ദാസൻ്റെ രൂപം സ്വീകരിച്ചു. മനുഷ്യരുടെ സാദൃശ്യത്തിലായിത്തീർന്നു. ആകൃതിയിൽ മനുഷ്യനെ പോലെ കാണപ്പെട്ടു. മരണം വരെ, അതെ കുരിശുമരണം വരെ അവൻ അനുസരണമുള്ളവനായി തന്നെ താഴ്ത്തി. ക്രിസ്മസ് എന്ന് പറയുമ്പോൾ, മിശിഹായുടെ ജനനമെന്ന് പറയുമ്പോൾ നമുക്ക് വേണ്ടി ദൈവത്തിൻ്റെ സമാധാനവും കൃപയും അനുഗ്രഹവും നമ്മളിൽ നിറയ്ക്കുവാനായിട്ട് ദൈവപുത്രൻ എത്രത്തോളം താഴ്ന്നു എന്ന് നമ്മൾ ധ്യാനിക്കണം. ഈ താഴ്മയെ, ഈ എളിമയെ നമ്മളും സ്വന്തമാക്കുവാനായിട്ട് തയ്യാറാകുമ്പോഴാണ് ക്രിസ്മസ് എനിക്കൊരനുഭവമായിട്ട് മാറുന്നത്. അതല്ലെങ്കിൽ ഇതൊരു വെറും ഒരു ആഘോഷമായിട്ട്, പുറത്ത് നിൽക്കുന്ന ഒരു ആഘോഷത്തിൻ്റെ അനുഭവമായിട്ട് നമ്മുടെ ജീവിതങ്ങളിൽ ക്രിസ്മസ് നിലനിൽക്കും. അത് അങ്ങനെ ആയിരിക്കണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നില്ല. അങ്ങനെയല്ല, ക്രിസ്മസ് എൻ്റെ ജീവിതത്തിൻ്റെ ഭാഗമായിട്ട് മാറണം, ഒരനുഭവമായിട്ട് മാറണം. അതിന് ഈ ഭൂമിയെ തൊടുവാനായിട്ട് ദൈവപുത്രൻ ഇത്രത്തോളം എളിമയുടെ തലത്തിൽ വന്നുവെങ്കിൽ, നമ്മെ തൊടുവാൻ ആഗ്രഹിക്കുന്ന ദൈവത്തെ നമുക്ക് തൊടുവാനും നമ്മുടെ ജീവിതത്തിൻ്റെ ഭാഗമാക്കി മാറ്റുവാനും നമുക്ക് സാധിക്കണമെങ്കിൽ നമ്മളും ഈ വിനയത്തിൻ്റെ എളിമയുടെ തലത്തിലേക്ക് കടന്നു വരണമെന്ന് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മെ പഠിപ്പിക്കുകയാണ്. ക്രിസ്മസ് തരുന്ന മറ്റൊരു സന്ദേശം ഇതാണ്, നമ്മുടെ ദാരിദ്ര്യങ്ങളെ മാറ്റിക്കൊണ്ട് നമ്മെ സമ്പന്നനാക്കുവാൻ ഉണ്ണി മിശിഹ ഈ ഭൂമിയിലേക്ക് കടന്നു വന്നു. ക്രിസ്മസ് തരുന്ന മറ്റു സന്ദേശം ഇതാണ്, എൻ്റെ ജീവിതത്തിൻ്റെ ദാരിദ്ര്യം സ്നേഹത്തിൻ്റെ ദാരിദ്ര്യമാകാം. പലതരത്തിലുള്ള ദാരിദ്ര്യങ്ങൾ ഇന്ന് മനുഷ്യൻ അനുഭവിക്കുന്നുണ്ട്. സ്നേഹത്തിൻ്റെ ദാരിദ്ര്യം, കരുതലില്ലായ്മയുടെ ദാരിദ്ര്യം, അങ്ങനെ പലതരത്തിലുള്ള ദാരിദ്ര്യങ്ങൾ, എന്തെല്ലാം ദാരിദ്ര്യമൊക്കെ മനുഷ്യജീവിതത്തിലുണ്ടോ ആ ദാരിദ്ര്യങ്ങളെ ഇല്ലായ്മ ചെയ്യുവാൻ ദൈവപുത്രൻ സ്വയം ബത്ലഹേമിലെ കാലിത്തൊഴുത്തിൽ ദരിദ്രനായി പിറന്നു എന്നുള്ള ഒരു പ്രത്യാശ ഈ ക്രിസ്മസ് ദിനത്തിൽ നമ്മൾ സ്വീകരിക്കണം. ഈ ക്രിസ്മസ് തരുന്ന സന്ദേശം അതാണ്, എൻ്റെ ജീവിതത്തിൽ ഞാൻ അനുഭവിക്കുന്ന ദാരിദ്ര്യത്തെ മാറ്റുവാൻ സമ്പന്നനായിരുന്നിട്ടും ഇതാ മിശിഹ ബത്ലഹേമിലെ കാലിത്തൊഴുത്തിൽ ജനിക്കുകയാണ്. പ്രിയമുള്ളവരെ, ക്രിസ്മസ് ആഘോഷിക്കുമ്പോൾ നമ്മൾ ഒഴിവാക്കാനാവാത്ത ഒരു ആചരണമാണ് പുൽക്കൂട് കെട്ടുന്നത്. എല്ലാവരും പുൽക്കൂട് കിട്ടും. എന്നാൽ ഇതിൻ്റെ പിന്നിൽ ഉള്ള ഒരു ചേതോവികാരം എന്താണ്? ആരാണ് ഈ പുൽക്കൂട് നമ്മുടെ ഈ വിശ്വാസ ജീവിതത്തിൻ്റെ ഭാഗമാക്കി മാറ്റുവാനായിട്ട് ആദ്യമായിട്ട് പുൽക്കൂട് കെട്ടിയത് ആരാണ് എന്നൊക്കെ ഒന്ന് മനസ്സിലാക്കുന്നത് കൂടി നല്ലതായിരിക്കും. അസീസിയിലെ ഫ്രാൻസിസ് ആണ്, 2-ാം ക്രിസ്തു എന്നറിയപ്പെടുന്ന അസീസിയിലെ ഫ്രാൻസിസ് ആണ് ആദ്യമായിട്ട് പുൽക്കൂട് കെട്ടി ക്രിസ്മസ് ആഘോഷിച്ചത്. അദ്ദേഹത്തിൻ്റെ മരണത്തിന് ഏകദേശം 3 വർഷങ്ങൾക്ക് മുൻപ്, അതായത് 1223 ആ ക്രിസ്മസ് ദിനത്തിൽ അസീസിയിലെ ഫ്രാൻസിസ് ഗ്രേച്ചിയോ എന്ന സ്ഥലത്ത്, ആ ഗ്രാമത്തിൽ ഒരു ക്രിസ്മസ് പുൽക്കൂട് കെട്ടുവാനായിട്ട് തയ്യാറായി. അതിന് അദ്ദേഹത്തെ പ്രചോദിപ്പിച്ചത് മറ്റൊന്നുമല്ല, അസീസിലെ ഫ്രാൻസിസ് വിശുദ്ധ നാടുകൾ സന്ദർശിച്ചു കഴിഞ്ഞപ്പോൾ, വിശുദ്ധ നാടുകളിലൂടെ കടന്നു നീങ്ങിയപ്പോൾ യേശു ജനിച്ച ബത്ലഹേമിലേക്ക് എത്തി. ആ ബത്ലഹേമിലെ കുറവുകൾ, ആ ബത്ലഹേമിലെ യേശു ജനിച്ചപ്പോൾ ഉണ്ടായിരുന്ന ആ സാഹചര്യങ്ങൾ, ഇതൊക്കെ വിശുദ്ധ ഗ്രന്ഥത്തിൻ്റെ അടിസ്ഥാനത്തിലും ഈ വിശുദ്ധ നാട് സന്ദർശിച്ചപ്പോൾ ലഭിച്ച ആ പ്രചോദനവും ഫ്രാൻസിസിൽ ജ്വലിക്കുവാനായിട്ട് തുടങ്ങി. അങ്ങനെ ഫ്രാൻസിസിൻ്റെ ഉള്ളിൽ ഒരു ആഗ്രഹം ജനിച്ചു, എൻ്റെ ഈശോ സമ്പന്നനായിരുന്ന, പരമാധികാരിയായിരുന്ന, ദൈവം തന്നെയായിരുന്ന എൻ്റെ കർത്താവ് എന്നെ രക്ഷിക്കുവാനായിട്ട് ഇത്രമാത്രം ത്യാഗം സഹിച്ച് എളിമപ്പെട്ട് ആ ദാരിദ്ര്യത്തിൻ്റെ അനുഭവത്തിലൂടെ ഈ പ്രപഞ്ചത്തിലെ ആ വിഷമതകളും ആ തണുപ്പുമെല്ലാം അനുഭവിച്ച് കാലിത്തൊഴുത്തിൽ ജനിച്ചു. അത് ഈ ലോകം മുഴുവനും അറിയണം. എൻ്റെ കർത്താവ് എത്രമാത്രം ത്യാഗം സഹിച്ചുവെന്ന് ഈ ലോകം അറിയണം. എത്രമാത്രം പരാധീനതകളിലൂടെ എൻ്റെ കർത്താവ് എന്നെ രക്ഷിക്കുവാനായിട്ട് കടന്നു വന്നുവെന്ന് ഈ ലോകം അറിയണമെന്ന് ആഗ്രഹിച്ചുകൊണ്ടാണ് അസീസിയിലെ ഫ്രാൻസിസ് അത് താൻ തിരിച്ച് നാട്ടിലേക്ക് വന്നു കഴിഞ്ഞിട്ട് ഇങ്ങനെ ഒരു പുൽക്കൂട് കെട്ടാനായിട്ട് തയ്യാറാകുന്നത്. അദ്ദേഹം അതിനുവേണ്ടി ഗ്രേച്ചിയോയിലെ ഒരു ധനാഢ്യനായ മനുഷ്യൻ്റെ അരികിൽ വന്നിട്ട് തൻ്റെ ആഗ്രഹം പറയുന്നു. അദ്ദേഹം അതിനുവേണ്ടി ഫ്രാൻസിസ് അസീസിയെ സഹായിച്ചു. അപ്പോൾ ജീവിക്കുന്ന ഒരു പുൽക്കൂട് തന്നെ കെട്ടണമെന്നുള്ള ആഗ്രഹമായിരുന്നു. അതുകൊണ്ട് ആ പുൽക്കൂട് കെട്ടിയിട്ട് ആ പുൽക്കൂടിൽ ജീവിക്കുന്ന കഴുതയെയും കാളയെയും ഫ്രാൻസിസ് രൂപപ്പെടുത്തി.
അതിനുശേഷം ഉണ്ണി മിശിഹായുടെ ഒരു രൂപവും അവിടെ ആ ദിനത്തിൽ തയ്യാറാക്കി വെച്ചു അവർ. പ്രിയമുള്ളവരെ, ആ ദേവാലയത്തിൽ ആ തിരുക്കർമ്മങ്ങളുടെ ഇടയിൽ അതിൽ ഫ്രാൻസിസ് അസീസി ഈ ഉണ്ണി ഈശോയെ കരങ്ങളിൽ എടുത്തു കഴിയുമ്പോൾ അവിടെ ഉണ്ടായിരുന്നവർക്കെല്ലാം കാണാൻ സാധിച്ചത് ആ കരങ്ങളിലിരിക്കുന്ന ഉണ്ണി ഈശോ ചലിക്കുന്നതായിട്ടാണ്. ജീവിക്കുന്ന ഒരു ഈശോയെ, ഉണ്ണി ഈശോയെ അസീസിലെ ഫ്രാൻസിസിൻ്റെ കരങ്ങളിലിരിക്കുന്നത് അന്ന് ആദ്യമായിട്ട് ക്രിസ്മസ് ആഘോഷിച്ച, പുൽക്കൂട് കെട്ടി ക്രിസ്മസ് ആഘോഷിച്ചവർ കണ്ടു എന്നാണ് പറയുക. പ്രിയമുള്ളവരെ, മറ്റൊരു സാഹചര്യവും മറ്റൊരു സംഭവവും കൂടെ ഇതിനോടൊപ്പം ചേർന്ന് നമ്മൾ ധ്യാനിക്കേണ്ടതായിട്ടുണ്ട്. ഫ്രാൻസിസ് അസീസിയെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ തന്നെ, ക്രിസ്മസിനെ കുറിച്ച് ഫ്രാൻസിസ് അസീസിയെ നമ്മൾ ചിന്തിക്കുമ്പോൾ ഒഴിവാക്കാനാവാത്ത മറ്റൊരു വിശുദ്ധയാണ് വിശുദ്ധ ക്ലാര. വിശുദ്ധ ക്ലാര, നമുക്കറിയാം, ഇവർ രണ്ടുപേരും ഒരേ കാലഘട്ടത്തിൽ യേശുവിൻ്റെ സ്നേഹം ലോകത്തിന് പകർന്നു കൊടുക്കുവാനായിട്ട് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഉപയോഗിച്ച വിശുദ്ധരായിരുന്നു. ഈ ക്രിസ്മസ് ദിനത്തിൽ 1223 ആ ക്രിസ്മസ് ദിനത്തിൽ ആദ്യമായിട്ട് പുൽക്കൂട് കെട്ടി ക്രിസ്മസ് ആഘോഷിക്കുന്നത് അറിഞ്ഞ് ഈ ക്ലാര തൻ്റെ സഹോദരിമാരെയൊക്കെ ഈ ആഘോഷങ്ങളിൽ പങ്കെടുക്കാനായിട്ട് വിട്ടു. ക്ലാരയ്ക്ക് പോകാനായിട്ട് സാധിച്ചില്ല. കാരണം ക്ലാര ആ സമയത്ത് ഒരു രോഗാവസ്ഥയിലായിരുന്നു. രോഗാവസ്ഥയിൽ ക്ലാര ഇവിടെ കിടക്കുകയായിരുന്നു. ഈ സമയത്താണ് ആ കോൺവെൻറ്റിലെ സിസ്റ്റേഴ്സ് ഈ ഗ്രേച്ചിയയിൽ എത്തുന്നതും അസീസിലെ ഫ്രാൻസിസ് രൂപപ്പെടുത്തിയ ആ പുൽക്കൂടും അതുപോലെ തന്നെ അവിടെ നടന്ന കാര്യങ്ങളുമൊക്കെ പങ്കെടുക്കാനായിട്ട് സാധിച്ചു. അവർ തിരിച്ചു വന്നിട്ട് ഈ ക്ലാരയോട്, തങ്ങളുടെ ആശ്രമത്തിലെ ആ മദറിനോട്, ക്ലാരയോട് പറയുകയാണ്, ഞങ്ങൾ ഇന്ന കാര്യങ്ങൾ. പെട്ടെന്ന് ഈ സംസാരം തുടങ്ങിയപ്പോൾ തന്നെ ക്ലാര പറഞ്ഞു, എല്ലാം ഞാൻ എല്ലാം കണ്ടു, അവിടെ നടന്ന എല്ലാ കാര്യങ്ങളും കണ്ടു. എന്നിട്ട് ക്ലാര അതൊക്കെ വിശദമായിട്ട് പറയാൻ തുടങ്ങിയപ്പോൾ ആ പങ്കെടുത്ത സഹോദരിമാർ അത്ഭുതപ്പെടുകയാണ്. ഇതെന്ത് ദൈവത്തിൻ്റെ അത്ഭുതം! അതേ പ്രിയമുള്ളവരെ, ക്ലാര അകലെ നിന്നുകൊണ്ട് ആദ്യമായി ക്രിസ്മസ് പുൽക്കൂട് കെട്ടിയ ഫ്രാൻസിസിൻ്റെ ആ ദിനത്തിലെ ഓരോ സംഭവങ്ങളും വളരെ വ്യക്തമായി കണ്ടു. അതുകൊണ്ടാണ് ടി വിയുടെ മധ്യസ്ഥയായിട്ട് വിശുദ്ധ ക്ലാരയെ ഇന്ന് വിശുദ്ധ ക്ലാരയെ ബഹുമാനിക്കുന്നത്. കാരണം ആദ്യമായിട്ട് അകലെ നടന്ന ഒരു സംഭവം അതേ സമയത്ത് തന്നെ വളരെ വ്യക്തമായിട്ട് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് കാണിച്ചു കൊടുക്കുകയാണ്. പ്രിയമുള്ളവരെ, ക്രിസ്മസ് എന്ന് പറയുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ അകലങ്ങളിൽ ഈ ദൈവത്തെ അരികിൽ അനുഭവിക്കുവാൻ കഴിയുന്ന ഒരു അനുഭവം സ്വന്തമാക്കാൻ കഴിയണം നമുക്ക്. അതിന് ഹൃദയവിശുദ്ധി വേണം. ഹൃദയവിശുദ്ധിയുള്ളവർക്ക് ദൈവത്തെ കാണാനായിട്ട് സാധിക്കും. ക്രിസ്മസ് തരുന്ന സന്ദേശം ഇത് തന്നെയാണ്. ഹൃദയവിശുദ്ധിയോടെ നിൻ്റെ ജീവിതത്തെ രൂപപ്പെടുത്തുകയാണെങ്കിൽ നിൻ്റെ ജീവിതത്തിൽ ക്രിസ്മസ് അനുഭവമുണ്ടാകും. അതുകൊണ്ടാണ് പറയുന്നത്, 1000 പുൽക്കൂടുകളിൽ ഉണ്ണി മിശിഹ ജനിച്ചാലും നിൻ്റെ ഹൃദയത്തിൽ ക്രിസ്തു ജനിക്കുന്നില്ലെങ്കിൽ ക്രിസ്മസിന് അർത്ഥമില്ല. കാരണം ക്രിസ്മസ് അർത്ഥമായിട്ട് മാറുന്നത്, ക്രിസ്മസ് ഒരു അനുഭവമായിട്ട് മാറുന്നത് എൻ്റെ ഹൃദയത്തിൽ ഈശോ ജനിക്കണം, എനിക്ക് ഈശോയെ കാണാനായിട്ട് സാധിക്കണം. പ്രിയമുള്ളവരെ, വിശുദ്ധ ക്ലാരയുടെ ആ ജീവിതത്തിലെ അനുഭവങ്ങൾ, അതുപോലെ തന്നെ അസീസിയിലെ ഫ്രാൻസിസിൻ്റെ ജീവിത അനുഭവങ്ങൾ ഈ ക്രിസ്മസ് ദിനത്തിൽ നമ്മളെ പ്രചോദിപ്പിക്കട്ടെ എന്ന് നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. മറ്റൊന്ന്, ക്രിസ്മസ് എന്ന് പറയുക, വെളിപാട് പുസ്തകത്തിൽ 3-ാം അധ്യായം 20 ഈശോ പറയുന്നു, ഇതാ ഞാൻ വാതിൽക്കൽ വന്ന് മുട്ടുന്നു, എൻ്റെ സ്വരം ശ്രവിച്ച് വാതിൽ തുറന്നു തരികയാണെങ്കിൽ ഞാൻ നിൻ്റെ ജീവിതത്തിൽ, നിൻ്റെ ഹൃദയത്തിൽ പ്രവേശിക്കും. ഇതാണ് ക്രിസ്മസ്. ക്രിസ്മസ് നമുക്ക് അനുഭവമായിട്ട് മാറണം. നമ്മുടെ പുറത്തു നിന്ന് നമ്മുടെ ഹൃദയങ്ങളിൽ വന്നു മുട്ടുന്ന മിശിഹായ്ക്ക് വേണ്ടി ഹൃദയം തുറന്നു കൊടുക്കുമ്പോഴാണ് ക്രിസ്മസ് ഒരു അനുഭവമായിട്ട് മാറുന്നത്. ക്രിസ്തുവിനായി ഹൃദയം തുറന്നു കൊടുക്കാതെ ബെത്ലഹേമിലെ ഉണ്ണി ഈശോയ്ക്ക് വേണ്ടി ബെത്ലഹേമിലെ ഉണ്ണി ഈശോയെ പുറത്ത് നിർത്തിയിട്ട് നമ്മളൊരു ക്രിസ്മസ് ആഘോഷിക്കുകയാണെങ്കിൽ അത് ദൈവത്തിൻ്റെ ഹിതത്തിന് പ്രകാരമല്ല, ദൈവഹിത പ്രകാരമുള്ള ഒരു ക്രിസ്മസ് ആഘോഷമല്ല എന്ന് തിരിച്ചറിയണം. ഈ ക്രിസ്മസ് ദിനത്തിൽ നമുക്ക് നല്ല തീരുമാനങ്ങൾ എടുക്കാം. വർഷങ്ങളായിട്ട് ആഘോഷിക്കുന്ന ഒരു ആഘോഷവും ഒരു അനുചരണം പോലെ, ഒരു ആഘോഷ അനുഷ്ഠാനം പോലെ മാറാതെ ഒരു അനുഭവമായി ക്രിസ്മസ് മാറണമെങ്കിൽ നമ്മൾ ചില നിലപാടുകൾ എടുക്കണം. ഈ ക്രിസ്മസ് ദിനത്തിൽ ക്രിസ്മസ് ഒരു അനുഭവമായിട്ട് മാറണമെങ്കിൽ നമ്മൾ എടുക്കേണ്ട ചില നിലപാടുകൾ, ഒന്നാമത് വിശുദ്ധ ഗ്രന്ഥത്തിലേക്ക് ഒന്ന് കടന്നു ചെല്ലുക. വിശുദ്ധ ഗ്രന്ഥത്തിലെ പഴയ നിയമത്തിലും പുതിയ നിയമത്തിലും ഉണ്ണി മിശിഹായുടെ ജനനത്തെക്കുറിച്ച് പറഞ്ഞ ചരിത്ര സംഭവങ്ങളുടെ ആ ലിഖിതങ്ങളിൽ ഒന്ന് കടന്നു ചെന്ന് അതിനെ ഒന്ന് ധ്യാനിക്കാനായിട്ട് ശ്രമിക്കുക. രണ്ടാമത്, ഇന്നും ജീവിക്കുന്ന യേശുവിലുള്ള ആഴമായ വിശ്വാസത്തിലേക്ക് കടന്നു വരുവാൻ നമ്മെ സഹായിക്കുന്ന നല്ല ക്രിസ്തു കേന്ദ്രീകൃതമായ ചിത്രങ്ങളൊന്ന് കാണുക. അതുപോലെ തന്നെ പാവപ്പെട്ടവരെയും ദരിദ്രരെയും ഈ ആഘോഷങ്ങളിൽ അവരെയും പങ്കുചേർക്കുവാനായിട്ട് അവരെ ഒന്ന് സഹായിക്കുക. ദിവ്യകാരുണ്യത്തിൽ നിറഞ്ഞു നിൽക്കുന്ന ഈശോയെ കാണുവാൻ
ദിവ്യകാരുണ്യ സന്ദർശനം നടത്തുക. ഇതൊക്കെ ചെയ്യുമ്പോൾ നമ്മുടെയൊക്കെ ക്രിസ്മസ് ഒരു ആത്മീയമായ ഒരു അനുഭവത്തിലേക്ക് നമ്മളെ കൊണ്ടെത്തിക്കും. അതല്ലാതെ വെറും ഒരാഘോഷമായിട്ട് ക്രിസ്തുവിനെ മാറ്റി നിർത്തിക്കൊണ്ട് ക്രിസ്മസ് ആഘോഷിക്കുന്ന ഈ ലോകത്തിലെ വാണിജ്യ തലങ്ങളിൽ അല്ലെങ്കിൽ ഈ ലോകത്തിലെ സംസ്കാരങ്ങളിൽ മറ്റ് സംസ്കാരങ്ങളിലുള്ളവരൊക്കെ ക്രിസ്മസ് ആഘോഷിക്കുന്നുണ്ട്. ഇന്ന് അനേകർ ക്രിസ്മസ് ആഘോഷിക്കുന്നുണ്ട്. പക്ഷേ ക്രിസ്തുവിനെ അവരുടെ ഹൃദയത്തിൽ സ്വീകരിക്കാൻ കഴിയാതെ, ക്രിസ്തുവിനെ അവരുടെ ജീവിതത്തിൻ്റെ ഭാഗമായി മാറ്റാതെ, ക്രിസ്തുവിന് വേണ്ടി ഹൃദയം തുറന്നു കൊടുക്കാതെ ഇന്ന് പലരും ക്രിസ്മസ് ആഘോഷിക്കുന്നുണ്ട്. വിശ്വാസികളുടെ ആഘോഷങ്ങൾ അപ്രകാരമാകരുതെന്ന് ദൈവം ആഗ്രഹിക്കുകയാണ്. നീ ക്രിസ്തുവിനായിട്ട് ഹൃദയം തുറന്നു കൊടുക്കുക. ഈ ക്രിസ്മസ് നിനക്ക് അനുഭവമായിട്ട് മാറും. അവസാനം മറ്റൊരു ചിന്ത കൂടെ ഈ ക്രിസ്മസ് ദിനത്തിൽ ദൈവം നൽകുവാനായിട്ട് ആഗ്രഹിക്കുകയാണ്. ക്രിസ്തുവിനെ ദർശിക്കുവാൻ ബത്ലഹേമിലെ ആ കാലിത്തൊഴുത്തിൽ പിറന്ന ഉണ്ണി മിശിഹായെ കാണുവാനായിട്ട് സഹായിച്ചത് നക്ഷത്രമാണ്. ആട്ടിടയന്മാരെയും അതുപോലെ തന്നെ ജ്ഞാനികളെയൊക്കെ സഹായിക്കുവാനായിട്ട് ദൈവത്തിൻ്റെ നക്ഷത്രമുണ്ടായിരുന്നു. ഈ കാലഘട്ടത്തിൽ മറ്റുള്ളവർക്ക് ക്രിസ്തുവിനെ കാണിച്ചു കൊടുക്കുവാൻ കഴിയുന്ന ഒരു നക്ഷത്രമായിട്ട് ഒരു വിശ്വാസി, ക്രിസ്തു വിശ്വാസി മാറുമ്പോഴാണ് ക്രിസ്മസ് ഒരു അനുഗ്രഹമായി, അനുഭവമായി ലോകത്തിന് അനുഭവമായിട്ട് മാറുന്നത്. ഈ ദിനത്തിൽ അത്തരത്തിലുള്ള ഒരു അനുഭവത്തിലേക്ക് ഈ ക്രിസ്മസ് നമ്മെ നയിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു, ആശംസിക്കുന്നു. നമുക്കൊരു നിമിഷം ദൈവസന്നിധിയിൽ നമ്മുടെ ജീവിതങ്ങളെ സമർപ്പണം ചെയ്ത് നമുക്ക് പ്രാർത്ഥിക്കാം. കാരുണ്യവാനായ ദൈവമേ, ക്രിസ്മസ് സ്നേഹത്തിൻ്റെയും സാഹോദര്യത്തിൻ്റെയും സകല ജനത്തിനും സന്തോഷം നൽകുന്ന സദ്വാർത്തയുടെയും അനുഗ്രഹമാണല്ലോ ഈ ലോകത്തിന് നൽകുന്നത്. നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ബത്ലഹേമിലെ കാലിത്തൊഴുത്തിൽ പിറന്ന ഉണ്ണി ഈശോയെ ഞങ്ങളുടെ ഹൃദയങ്ങളിൽ സ്വീകരിച്ച് ക്രിസ്മസ് ഒരനുഭവമായി മാറ്റുവാൻ, മറ്റുള്ളവർക്ക് ക്രിസ്തുവിനെ കാണിച്ചു കൊടുക്കുന്ന നക്ഷത്രങ്ങളായി തീരുവാൻ ഈ ക്രിസ്മസ് ദിനത്തിൽ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര, ആമേൻ.